ഹേ ഗായ്സ്, ഞാൻ അമ്ന. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇതേപോലത്തെ വീഡിയോ ഫ്രെയിമിൻ്റെ ട്യൂട്ടോറിയലായിട്ടാണ്. ഇവിടെ നമ്മൾ ആപ്പ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മളൊരു QR കോഡ് അയച്ചിടും. ഓരോ വർക്കിനും സെപ്പറേറ്റ് QR കോഡ് ആയിരിക്കും. ആ QR യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ ഫോട്ടോ ഫ്രെയിം സ്കാൻ ചെയ്യാനും അടുത്ത വീഡിയോ കാണാനും പറ്റും. അപ്പോൾ നമുക്ക് ട്യൂട്ടോറിയലിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് എന്തായാലും ഈ ചാനലുകൾ ആദ്യമായിട്ടും കാണേണ്ടത്. സോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നേരെ ക്രോം എടുക്കുക, അവിടുന്ന് മൈ വെബ് ആണെന്ന് സെർച്ച് ചെയ്യാം. ഞാൻ ഇപ്പോൾ ലാപ്പിലാണ് ചെയ്യുന്നത്, പക്ഷെ ഫോണിലും ഇതേ സെയിം ആണ് കേട്ടോ. അവിടെ നമുക്ക് ഫസ്റ്റ് വരുന്ന ഓപ്ഷൻ തന്നെ എടുത്ത് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കൊടുക്കാം. അവിടെ നമ്മളെ നെയിമും ഡീറ്റെയിൽസ് ഇമെയിൽ ഐ ഡി ഒക്കെ കൊടുത്താൽ നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഒരു അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എങ്ങനെയാണ് ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കുക നോക്കാം. നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു പേജിലോട്ട് വരും. അപ്പോൾ നമുക്ക് നേരെ ക്രിയേറ്റ് ന്യൂ പ്രോജക്റ്റ് കൊടുക്കുക. അവിടുന്ന് AR ഓൺ ഫ്ലാറ്റ് ഇമേജ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഇമേജ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ എന്താണോ പ്രിന്റ് എടുക്കാൻ പോകുന്നത്, എന്താണോ ഫ്രെയിം ആക്കാൻ പോകുന്നത്, അതായിരിക്കണം ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. പിന്നീട് നമുക്കൊരു ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമ്മൾ എന്താണോ ഫ്രെയിം ചെയ്യാൻ പോകുന്നത് അതിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ആൻഡ് നമ്മളൊരു വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യാലോ, അതും ഈ ഫോട്ടോയുടെ സെയിം ഡയമെൻഷനിലായിരിക്കണം കേട്ടോ. അതാകുമ്പോൾ നമുക്ക് ഫിറ്റ് ആയിട്ടിരിക്കും. അല്ലെങ്കിൽ കുറച്ചൊന്നും പുറത്തൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ ഈ ഫോട്ടോയിൽ ഫിറ്റ് ആവാത്ത പോലെ ഫീൽ ചെയ്യും. നമ്മൾ ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് സ്ക്രീനിലോട്ട് ടച്ച് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഇനി നമുക്ക് വീഡിയോ സുഖമായിട്ട് ആഡ് ചെയ്യാം. ആ സൈഡിൽ വീഡിയോ എന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലേ, അവിടുത്തെ പ്ലസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാം. നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ടൈം മേടിക്കും കേട്ടോ. അപ്പം നമുക്ക് ഈ സമയത്ത് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാം. ഞാൻ ഈ വെബ് AR അല്ലാണ്ട് വേറെ കുറച്ച് സൈറ്റും കൂടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ട്രൈ ചെയ്തതിൽ സക്സസ് ആയ 5 എണ്ണം ഉണ്ട്. അതിലത്തെ ഒരെണ്ണമാണ് ഈ മൈ വെബ് AR. ഫസ്റ്റ് ട്രൈ ചെയ്തത് ഹലോ AR ആയിരുന്നു. പിന്നെ OL AR, RT5, യുണൈറ്റ് AR. അല്ല, RT5 കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നി. ഇനി RT5ന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽ വേണമെന്നെങ്കിൽ ജസ്റ്റ് പറഞ്ഞാൽ മതി കേട്ടോ. ആൻഡ് നമ്മുടെ മൈ വെബ് ARന്റെ പ്രൊവിഷൻ ആണ് കേട്ടോ അത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രയൽ ഒന്ന് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. 40 days ഫ്രീ ട്രയൽ ഉണ്ട്, അത് നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. ദെൻ നമ്മുടെ വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞാൽ ഇതേപോലെ ഓപ്ഷൻസ് വരും. അതിൽ നമുക്ക് ഓട്ടോ പ്ലേ വേണമെങ്കിൽ അത് എനേബിൾ ചെയ്യാം, ലൂപ്പ് വേണമെങ്കിൽ അതും എനേബിൾ ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് കൊടുക്കാം. ഇനി നമ്മുടെ ഫോട്ടോയും വീഡിയോയും സെയിം ഡയമെൻഷൻ ആണെങ്കിൽ ഇതിങ്ങനെ സെറ്റ് ആയിട്ടിരിക്കും. പൊസിഷൻ ആൻഡ് സ്കെയിൽ ഓപ്ഷൻസ് സൈഡിലുണ്ട്. ഇനി അതൊന്നും ആവശ്യമില്ലെങ്കിൽ നേരെ പബ്ലിഷ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പ്രോജക്റ്റ് സെറ്റ് ആയിട്ട് അതിന്റെ QR കോഡും കിട്ടും. ഈ QR കോഡിന്റെ ലിങ്കും പിന്നെ അതേപോലെ ഈ AR എക്സ്പീരിയൻസിന്റെ ലിങ്കും സെപ്പറേറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഈ QR കോഡ് അല്ലെങ്കിൽ നമുക്ക് ഈ ലിങ്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ വീഡിയോ ഫ്രെയിം കാണാൻ നോക്കണ്ടേ. നമ്മളെ നോർമൽ ക്യാം ഉണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ട് ഒന്നല്ലെങ്കിൽ ഈ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ലിങ്ക് അത് ഡയറക്റ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ ഒരു പേജിലെത്തും. അവിടെ ലോഞ്ച് കൊടുക്കുക. ആൻഡ് ഇനി നമ്മളെ ഫോട്ടോ ഫ്രെയിമിലോട്ട് കാണിച്ച് സ്കാൻ ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഫ്രെയിമിന്റെ ടെക്നിക്. ആൻഡ് നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്ന ഓഡിയോ ഉണ്ടല്ലോ, അത് നമുക്ക് സ്കാൻ ചെയ്യുമ്പോൾ കേൾക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഗായ്സ്, ഇത്രേ ഉള്ളൂ. ഒന്നുകൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.